ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ലെവൽ ബേസ് ചെയ്ത് ഇന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ടോപ്പ് 5 സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ ഇത് ടെക്നിക്കൽ ലെവൽസ് ബേസ് ചെയ്ത് മാത്രമുള്ള ഒരു അനാലിസാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളിൽ അടുത്ത ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൽ വന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ MFXL ആണ്. നമുക്ക് MFXLൻ്റെ ടെക്നിക്കൽ ലെവൽസ് ചെക്ക് ചെയ്യാം. ഇന്നൊരു 4.58% പ്ലസ് ആയിരുന്നു. അതും കൂടെ കാണാൻ സാധിക്കും. MFXL നല്ലൊരു റെസിസ്റ്റൻസോടെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മുമ്പ് ഇവിടെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ ഒരു അപ്സൈഡ് മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സപ്പോർട്ടായി നിൽക്കുന്നത്. 1750 ലെവൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഇപ്പോൾ. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് ഏതാ നോക്കാം. അടുത്ത സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസ് ആണ്. അത് 2.46% ഇന്ന് പ്ലസ് വന്നിരുന്നത്. അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ശ്രീറാം ഫിനാൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് എടുത്തിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ലെവലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഏഷ്യർ മോട്ടറാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് നമുക്ക് ഇന്നലെയും കിട്ടിയതാണ്. അത് ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇന്നും ആ ഒരു അപ്സൈഡ് കണ്ടിന്യൂ ചെയ്യായിരുന്നു റാലി. ഓക്കെ, അപ്പോൾ നല്ല വോളിയത്തിലാണ് കഴിഞ്ഞ ദിവസം ബ്രേക്കൗട്ട് നടന്നിരുന്നത്. ഇന്നും അത്യാവശ്യം വോളിയം കയറി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് ബ്ലൂ സ്റ്റാർക്കോ ആണ്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഒരു ചെറിയ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ലെവലിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു ലെവൽ ടച്ച് ചെയ്ത് ഒരു ഷോർട്ട് സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് പറഞ്ഞാൽ HDFC AMC ആണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മുമ്പ് ഈ ഒരു ഏരിയയിൽ കണ്ടോ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡോജി ക്യാൻഡിൽ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം ഒരു ട്രെൻഡ് അപ്സൈഡ് ആണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ വരെ പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ ഈ 5 സ്റ്റോക്സ് ആണ് നമുക്ക് ടെക്നിക്കൽ ലെവൽ ബേസ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്സ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നാളെ വാച്ച് ചെയ്ത് നോക്കാം. ഒരു ഇൻട്രാഡേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ സ്റ്റോക്സുകളിൽ ഞാൻ കുറച്ച് സ്റ്റോക്സുകൾ ഓപ്ഷൻസിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ MFXL ആണ്. അത് 1800 കോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 47.20 ആണ്. പക്ഷേ 35.60, 34.55 ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ബൗൺസ് ചെയ്ത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഈ ഒരു ലെവലിൽ താഴേക്കാണ് ബ്രേക്കൗട്ട് ചെയ്യുമെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 35.65, 34.55 ലെവലൊന്ന് വാച്ച് ചെയ്തേക്കാം 1800 കോൾ ഓപ്ഷനിൽ MFXL. പിന്നെ അടുത്ത സെലക്ട് ചെയ്തിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് ആണ്. 1100 കോളാണ്. ഇപ്പോൾ 16.85 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടായി നിൽക്കുന്നത് 15.20, 14.75 ആണ്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി നോക്കാം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺ സൈഡ് അതിനായിരിക്കും. ഇതാണിപ്പോൾ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായി നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റോക്സ് ഏഷ്യർ മോട്ടറാണ്. അപ്പോൾ ഏഷ്യർ മോട്ടർ 108.25 ഇപ്പോൾ നിൽക്കുന്നത്. അതിനിപ്പോൾ സപ്പോർട്ടായി നിൽക്കുന്നത് 90.25, 87.50 ആണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു 90.25, 87.50 ലെവലൊന്ന് വാച്ച് ചെയ്തേക്കാം. അവിടെ നിന്ന് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻ സ്ട്രൈക്കുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒക്കെ എല്ലാം കോൾ ഓപ്ഷനാണ്. കാരണം നമ്മൾ ഒരു അപ്സൈഡ് ആയതുകൊണ്ടാണ് കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ലെവൽസ് മെയിനായിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.